കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങളുടെ സമയങ്ങളിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു റിപ്പോർട്ടിന്റെ പേരാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്നുള്ളത്. പശ്ചിമഘട്ടം നേരിടുന്ന വെല്ലുവിളിയും അതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള കുറച്ചുള്ള മാർഗനിർദ്ദേശങ്ങളുമാണ് മാധവ് ഗാഡ്ഗിൽ ഗവൺമെന്റിന് സമർപ്പിച്ച ഈ റിപ്പോർട്ടിലുള്ളത്. അതിൽ മെയിനായിട്ടുള്ള കാര്യം എന്നുള്ളത് പശ്ചിമഘട്ടത്തിലെ ഏരിയകളെ പല സോണുകളായിട്ട് തരംതിരിച്ചിട്ട് ഈ ഓരോ സോണുകളിലും അതിന്റെ അപകട നില അനുസരിച്ച് ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനാണ് മാധവ് ഗാഡ്ഗിൽ നിർദ്ദേശിച്ചത്. അതിൽ മെയിനായിട്ടുള്ള കാര്യം എന്നുള്ളത് കോറികളുടെ പ്രവർത്തനം, വലിയ ബിൽഡിങ്ങുകളുടെ നിർമ്മാണം, അതുപോലെ തന്നെ ചില രീതിയിലുള്ള കൃഷികളൊന്നും ആ ഡേഞ്ചറസ് സോണിൽ അല്ലെങ്കിൽ അപകടനില കൂടിയ സ്ഥലങ്ങളിൽ അനുവദിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശങ്ങളും വന്നിട്ടുണ്ട്. കണ്ടെത്തലുകളും നിർദ്ദേശങ്ങളും പശ്ചിമഘട്ട സംരക്ഷണം മുൻനിർത്തിയാണ് നടത്തിയിട്ടുള്ളത്. പക്ഷേ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഒരു പരിധിവരെ തടയാൻ ഈ റിപ്പോർട്ടിന്റെ ശരിയായുള്ള ഇംപ്ലിമെന്റേഷൻ നമ്മളെ സഹായിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ സമൂഹം ഇന്ന് കേരളത്തിലുണ്ട്. പക്ഷേ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കാത്തത് കൊണ്ട് മാത്രമാണ് കേരളത്തിൽ ഇങ്ങനെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് തെറ്റായ ഒരു പ്രചരണമാണ്, അല്ലെ തെറ്റായ ഒരു